ബോർഡിംഗ് പാസും എമിഗ്രേഷനും കഴിഞ്ഞ് കരിപ്പൂരിൽ ജിദ്ദ വിമാനം റദ്ദാക്കി. സ്പൈസ് ജെറ്റിനെതിരെ പ്രതിഷേധവുമായി യാത്രക്കാർ. SS മീഡിയ മലബാറിന്റെയും മലപ്പുറത്തിന്റെയും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കരിപ്പൂരിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള സ്പൈസ് ജെറ്റ് വിമാനം റദ്ദാക്കിയതിനെ തുടർന്ന് പ്രതിഷേധവുമായി യാത്രക്കാർ. ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. പകരം വിമാനം ഏർപ്പെടുത്തിയിട്ടില്ല. പണം വേഗം മടക്കി നൽകണമെന്ന ആവശ്യവും സ്പൈസ് ജെറ്റ് എയർവേസ് അംഗീകരിക്കുന്നില്ലെന്ന പരാതിയുണ്ട്. സ്പൈസ് ജെറ്റ് വലിയ ക്രൂരതയാണ് ചെയ്യുന്നതെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോവാനാണ് തീരുമാനമെന്നും ഈ വിമാനത്തിൽ പോവേണ്ടിയിരുന്ന യാത്രക്കാരും KMCC ജിദ്ദ മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ CM ഇസ്മായിൽ മുണ്ടുപറമ്പ് പറയുന്നു. 17-ാം തീയതി പുലർച്ചെ 5:30 ഫ്ലൈറ്റിന്റെ സമയം മാറ്റിയിട്ടുണ്ട്. ട്രാവൽ ഏജൻസി നമ്മൾ അറിയിക്കുകയും വൈകുന്നേരം 7:30 പറഞ്ഞ് മെസ്സേജ് അവർ അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് പറഞ്ഞു രാത്രി 9:30 മണിക്കാണ് ഫ്ലൈറ്റ് എന്ന് അറിയിച്ചു. അതും കഴിഞ്ഞ് പിന്നീട് അറിയിച്ചു 11 മണിക്ക്. അതിൻ്റെ അടിസ്ഥാനത്തിൽ രാത്രി 9 മണിയായപ്പോഴത്തേക്ക് കരിപ്പൂർ എയർപോർട്ടിലെത്തി. 9:40 കൗണ്ടർ തുറന്നു. ബോർഡിംഗ് പാസും തന്നു കഴിഞ്ഞ സമയത്ത് അവർ പറഞ്ഞു ബോംബെയിൽ നിന്നും ഫ്ലൈറ്റ് വരാണ്ട് ഒരു അരമണിക്കൂർ ചിലപ്പോൾ ഒന്നുകൂടി ഡിലേ ആവും എന്നും പറഞ്ഞ് ബോർഡിംഗ് പാസ് തന്നു. അത് കഴിഞ്ഞ് എമിഗ്രേഷൻ കഴിഞ്ഞ് ലോഞ്ചിലിരുന്നു. ഫ്ലൈറ്റ് ഷെഡ്യൂളുടെ ബോർഡിൽ ഫ്ലൈറ്റ് ഡിലേ എന്ന് കണ്ടു. 2 മണി കാണിച്ചു. അത് കഴിഞ്ഞ് പുലർച്ചെ 4:30 കാണിച്ചു. അതും കഴിഞ്ഞതിന് ശേഷം സ്പേസിൻ്റെ ഒരു ഉദ്യോഗസ്ഥന് വന്നിട്ട്, രവി എന്ന പേരുള്ള ഒരു ഉദ്യോഗസ്ഥന് വന്നിട്ട് കുറച്ച് ധിക്കാരമായ രീതിയിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞു, ഫ്ലൈറ്റ് ക്യാൻസലാണ്, എല്ലാവരും പൊയ്ക്കോ എന്ന് പറഞ്ഞു. ഫ്ലൈറ്റിന് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടാവില്ല, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഭാഷ, ബോഡി ലാംഗ്വേജ് ഒന്നും വലിയ സുഖമായ രീതിയിലല്ല. അതിൽ യാത്രക്കെല്ലാവരും ക്ഷുഭിതരായി തടിച്ചുകൂടി ഇതിന് പരിഹാരം കാണണമെന്ന് അദ്ദേഹത്തെ വളഞ്ഞിട്ടു. അയാളെ പോകാനയക്കാൻ സംസാരിച്ചു. അതിൻ്റെ എയർപോർട്ടിലെ CIF ഉദ്യോഗസ്ഥർ വന്നു. അവരുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. പിന്നീട് അവർ പറഞ്ഞു ഒരു റീഫണ്ട് തരും, അത് 20 ദിവസം കഴിഞ്ഞിട്ട് റീഫണ്ട് തരുള്ളൂ, വേറൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ വീണ്ടും CIFന്റെ ഉദ്യോഗസ്ഥർ സ്പേസ് ജെറ്റിന്റെ ഉദ്യോഗസ്ഥരുമായും മാനേജറുമായും എല്ലാം സംസാരിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അവർക്ക് പകരം തരാനുള്ള ഫ്ലൈറ്റ്സ് ഇല്ല. ആകെ 3 ഫ്ലൈറ്റുകളാണ് അവരുടെ കയ്യിലുള്ളത്. അതിലൊരു ഫ്ലൈറ്റ് ദുബായിലേക്ക് പോകേണ്ട ഫ്ലൈറ്റാണ്. അത് ഹൈദരാബാദിൽ മെയിൻ്റനൻസ് ആയിട്ട് ദുബായ് ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ജിദ്ദക്കാർക്ക് പോകാനുള്ള ഫ്ലൈറ്റ്, മുംബൈയിൽ നിന്ന് വരേണ്ട ഫ്ലൈറ്റ്, അതും യന്ത്ര തകരാറ് മൂലം മുംബൈയിൽ നിർത്തിയിട്ടുണ്ട്. കോഴിക്കോട് ഒരു ഫ്ലൈറ്റ് മെയിൻ്റനൻസ് ആയി കിടക്കുന്നത്. അപ്പോൾ അവർക്ക് ചുരുക്കി പറഞ്ഞാൽ 3 ഫ്ലൈറ്റാണ് ശരിക്കും സർവീസ് നടത്താനുള്ള ഫ്ലൈറ്റ്. അത് തന്നെ വേണ്ട രീതിയിൽ മികച്ച ഫ്ലൈറ്റ് അല്ല. തുടർച്ചയായും കൊണ്ടുവന്ന കരിപ്പൂരിൽ നിന്നും സ്പേസ് ജെറ്റ് യാത്രക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. നിരവധി ഉംറ തീർത്ഥാടകരും അതോടൊപ്പം തന്നെ ഫാമിലിയും ഉണ്ടായിരുന്നു. 123 പേർക്ക് അവർ ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്ത് എമിഗ്രേഷനും കഴിഞ്ഞ് ലോഞ്ചിലിരുന്നു. ബാക്കിയുള്ള ആളുകൾക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യാതെ എയർപോർട്ടിന് പുറത്ത് ഇരുത്തിയിരിക്കുന്നു. തിരിച്ച് ഒരു സാധ്യതയുമില്ല എന്നറിഞ്ഞപ്പോൾ ആളുകളെല്ലാം റീ എൻട്രി കാലാവധി അവസാനിച്ച ആളുകളെല്ലാം ഓൺലൈനിൽ നിന്ന് കിട്ടുന്ന പ്രൈസിന് ടിക്കറ്റ് എടുത്തുകൊണ്ട് പോവുകയാണല്ലോ. ബാക്കിയുള്ളവരെല്ലാം എമിഗ്രേഷൻ ക്ലിയറൻസ് ക്യാൻസൽ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി മറ്റുള്ള ഫ്ലൈറ്റിലേക്കൊക്കെ ചെക്ക് ചെയ്തുകൊണ്ട് ടിക്കറ്റ് എടുത്ത് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇതുപോലുള്ള കമ്പനി, സ്പേസ് ജെറ്റ് പോലുള്ള കമ്പനികളൊക്കെ ഇനി ബ്ലാക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പറയാനുള്ളത്. ആവശ്യപ്പെട്ടുകൊണ്ട് ഏതായാലും ഞാൻ സ്പേസ് ജെറ്റിനെതിരെ കേസ് കൊണ്ടുപോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയൊരു പ്രവാസിക്കും ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരരുത്, ഒരു പ്രവാസികളെയും വഞ്ചിക്കപ്പെടരുത്
3 ദിവസത്തേക്കുള്ള ഷെഡ്യൂള് ഇനി ഉണ്ടാവിൻ്റെ സൈറ്റിൽ ഇന്നും ഫ്ലൈറ്റ് ഉണ്ട്. ആളുകളെ ഇങ്ങനെ വഞ്ചിപ്പിക്കുകയാണ് സ്പേസ് ജെറ്റ്. ഇത്തരം പരിപാടികൾക്കെതിരെ കേന്ദ്ര വ്യോമയാന മന്ത്രിക്കും എയർപോർട്ട് അതോറിറ്റിക്കും പരാതിയും മെയിൽ സന്ദേശവും അയച്ചിട്ടുണ്ട്. തുടർ നടപടിയുമായി ഇനിയും മുന്നോട്ട് പോകും. ഇതിന് നടപടി ഉണ്ടാവുന്നതുവരെ. ബോർഡിംഗ് പാസ് എടുത്ത ശേഷമാണ് വിമാനം റദ്ദാക്കുന്നത്. ഒരു സൗകര്യവും നൽകിയില്ലെന്നും ഇസ്മായിൽ പറഞ്ഞു. അഡ്വക്കേറ്റ് ജസീൽ പറമ്പൻ മുഖേന കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞുവെന്നും ഇസ്മായിൽ പറഞ്ഞു. പലതവണ സമയം മാറ്റിയ ശേഷമാണ് ഇന്ന് പുലർച്ചെ പോകുമെന്ന് അറിയിച്ചത്. അതാണിപ്പോൾ റദ്ദാക്കിയിരിക്കുന്നത്. പണം തിരികെ നൽകാൻ 20 ദിവസം വരെ വേണമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. ഇതും വലിയ പ്രതിഷേധത്തിന് കാരണമായി. നന്ദന ബാബു, SS ന്യൂസ്, മലപ്പുറം.